പെരുന്തട്ട സൗത്ത് LP സ്കൂൾ 2024 ഡിസംബർ മുതൽ 2025 ഡിസംബർ വരെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷത്തിന് ഒരുങ്ങുകയാണ്. 2024 ഡിസംബർ 28 ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് പെരുന്തട്ടയിൽ വെച്ച് പയ്യന്നൂർ MLA TI മധുസൂദനൻ്റെ അധ്യക്ഷതയിൽ കേരള രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. ശതാബ്ദിയുടെ ഭാഗമായി വിളംബര ഘോഷയാത്ര, കലാസാംസ്കാരിക പരിപാടികൾ, വിദ്യാഭ്യാസ സെമിനാറുകൾ, പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം, വനിതാ സംഗമം, ഗൃഹസന്ദർശനം, മെഡിക്കൽ ക്യാമ്പുകൾ, പ്രവേശനോത്സവം, സാംസ്കാരിക സദസ്സ്, വിദ്യാഭ്യാസ സെമിനാർ, നീന്തൽ പരിശീലനം, സൈക്കിൾ പരിശീലനം, NSS തീവ്ര പരിശീലനം തുടങ്ങിയ പരിപാടികളും സംഘടിപ്പിക്കുന്നു. ശതാബ്ദി ആഘോഷത്തിൻ്റെ സംഘാടക സമിതി ഓഫീസ് KP രാമകൃഷ്ണൻ്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ T തമ്പാൻ മാസ്റ്റർ നിർവഹിച്ചു. ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് പെരിങ്ങോം പ്രസ് ഫോറം ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ P പ്രകാശൻ, പെരുന്തട്ട സ്കൂൾ ഹെഡ്മാസ്റ്റർ K വത്സരാജൻ, KP രാമകൃഷ്ണൻ, KV മണികണ്ഠൻ, C ചിന്താമണി, ഷിജിന P, N രവീന്ദ്രൻ, സുധീഷൻ K എന്നിവർ പങ്കെടുത്തു. പെരുന്തട്ട ഗവൺമെൻറ് LP സ്കൂൾ 100ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. 1925 നിലവിൽ വന്ന സ്കൂള് 2025 എത്തുമ്പോഴേക്കും 100 വർഷം പൂർത്തിയാവുകയാണ്. ഈ 100 വർഷത്തിൻ്റെ ശതാബ്ദി ആഘോഷം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന തരത്തിൽ ആഘോഷിക്കാനാണ് നാട്ടുകാരുടെയും സ്കൂൾ PTA എല്ലാം നേതൃത്വത്തിൽ ചേർന്ന സംഘാടക സമിതിയുടെ തീരുമാനം. ഈ 2024 ഡിസംബർ 28 ബഹുമാനായിട്ടുള്ള കേരളത്തിലെ പുരാവസ്തു അതുപോലെ തന്നെ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവറുകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ബഹുമാനായിട്ടുള്ള പയ്യന്നൂർ MLA ശ്രീ TI മധുസൂദനൻ അധ്യക്ഷ സ്ഥാനവും, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, പെരിങ്ങോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് അംഗം, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരെല്ലാം ഈ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. 2025 ഡിസംബറിലാണ് ഇതിൻ്റെ സമാപനം എന്ന നിലയിൽ നാം കണ്ടിട്ടുള്ളത്. 12 മാസവും വിദ്യാഭ്യാസം, സാംസ്കാരികം, കലാകായിക മേഖല, അതുപോലെ തന്നെ കാർഷിക സെമിനാറുകൾ ഉൾപ്പെടെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളാണ് ഓരോ മാസവും സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സ്കൂളിൻ്റെ ചരിത്രം പുതിയ തലമുറക്ക് പകർന്നു നൽകാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു സുവനീറും ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയെ ഉൾപ്പെടെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒരു നാട് എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് പെരുന്തട്ട സൗത്ത് LP സ്കൂൾ. ആയിരക്കണക്കിന് വരുന്ന ആളുകളെ അക്ഷരങ്ങളുടെ വെളിച്ചത്തേക്ക് കൊണ്ടുവന്ന വലിയ പ്രാധാന്യമുള്ള പഞ്ചായത്തിലെ തന്നെ ഏറ്റവും ആദ്യം നിലവിൽ വന്നിട്ടുള്ള സ്കൂളുകളിൽ ഒന്നാണ് പെരുന്തട്ട സൗത്ത് സ്കൂൾ. അതിൻ്റെ ഭാഗമായിട്ടാണ് നാട്ടുകാരെല്ലാം ചേർന്ന് ഈ ശതാബ്ദി ആഘോഷം ഏറ്റവും ഭംഗിയായി നല്ല നിലയിൽ നടത്താനാവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടുള്ളത്. ഏതാണ്ട് 400ഓളം ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള സംഘാടക സമിതി നമ്മുടെ MLAയുടെ നേതൃത്വത്തിൽ ഉദ്ഘാടനം ചെയ്ത് അതിനു വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയെല്ലാം രൂപീകരിച്ച് മുമ്പോട്ടേക്ക് പോവുകയാണ്. 28-ാം തീയതി വലിയ ഘോഷയാത്രയോടുകൂടി തവറയിൽ നിന്ന് ആരംഭിക്കുന്ന വിളംബര ഘോഷയാത്രയോട് കൂടിയിട്ട് ഈ ശതാബ്ദി ആഘോഷത്തിന് തുടക്കം കുറിക്കുകയാണ്. ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷം എന്ന് പറയുമ്പോൾ വരുന്ന വർഷങ്ങളിലെ ഒരു ഓർമ്മയായിരിക്കണം അത് എന്നുള്ള രീതിയിലാണ് നമ്മളത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഒരു വർഷക്കാലത്തെ പരിപാടികൾ ഭൂരിഭാഗവും പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് പറയാം. ഈ 2025 ജനുവരി മാസത്തിൽ കൃഷിയെക്കുറിച്ചുള്ള ഒരു പ്രോഗ്രാമാണ് ആദ്യമായി ഇതിൻ്റെ ഒരു പൈലറ്റ് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ ആലോചിച്ചിട്ടുള്ളത്. എൻ്റെ മണ്ണ് എൻ്റെ ജീവൻ എന്നുള്ള പേരിൽ. അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം 1000-ലധികം കുട്ടികൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങി പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവരെ ഭൂരിഭാഗം പേരെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം ആലോചിച്ചിട്ടുണ്ട്. അതുപോലെ മാർച്ച് മാസത്തിൽ കുട്ടികളുടെ കലാകായിക പരിപാടികളാണ് മനസ്സിലുള്ളത്. ഏപ്രിൽ മാസത്തിൽ സ്ത്രീ ശക്തി എന്നുള്ള പേരിൽ വനിതകളുടെ ഒരു സംഗമം, മെയ് മാസത്തിൽ വരുന്ന വർഷം ജൂൺ എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉണർവിൻ്റെ വർഷമാണ്. അതുകൊണ്ട് തന്നെ നാടിൻ്റെ
നാനാ ഭാഗത്തും കോർണർ മീറ്റിങ്ങുകളും അതുപോലെ ഗൃഹസന്ദർശന പരിപാടികളും ഇതിൻ്റെ ഭാഗമായി നമ്മൾ ഉദ്ദേശിക്കുന്നു. ജൂൺ മാസത്തിൽ സാധാരണ പോലെ പ്രവേശനോത്സവമാണ്. അത് ഒന്നുകൂടി നിറപ്പകിട്ടാർന്ന രീതിയിൽ ഇപ്രാവശ്യത്തെ പ്രവേശനോത്സവം നടത്തണമെന്നുള്ളതാണ് ആലോചിച്ചിട്ടുള്ളത്. അതുപോലെ ജൂലൈ മാസത്തിൽ ഒരു മെഡിക്കൽ ക്യാമ്പ്, അതുപോലെ ആഗസ്റ്റ് മാസത്തിൽ വിദ്യാഭ്യാസ സെമിനാർ, സാംസ്കാരിക സദസ്സ്, സെപ്റ്റംബറിലെ ഓണോത്സവം വളരെ ഭംഗിയായി ആഘോഷിക്കണം എന്നുള്ളതാണ് ആലോചിച്ചിട്ടുള്ള മറ്റൊരു കാര്യം. പിന്നെ 2025 ഒക്ടോബറിൽ നമ്മളെ അന്യം നിന്ന് പോകുന്ന നാട്ടുപൂക്കളെക്കുറിച്ച് കുട്ടികളോട് അനുബന്ധിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം, നാടകൾ തേടി എന്നുള്ള ഒരു പ്രോഗ്രാം ആലോചിച്ചു. അതുപോലെ 2025 നവംബർ മാസത്തിൽ കുട്ടികളെ സമ്പൂർണ്ണ നീന്തൽ അറിയുന്നവരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ നീന്തൽ പരിശീലനം, അതുപോലെ സൈക്കിൾ പരിശീലനം എന്നീ പ്രോഗ്രാമുകളും ആലോചിച്ച് വെച്ചിട്ടുണ്ട്. 2025 ഡിസംബറിലാണ് സമാപനം. മലയോരത്തിന്റെ വാണിജ്യ കേന്ദ്രമായ പാടിയോട്ട് ചാലിൽ ലേഡീസിന് മാത്രമായി ഒരു വസ്ത്ര വ്യാപാര കേന്ദ്രം, അൻവി ടെക്സ്റ്റൈൽസ്, പഴയ ബസ് സ്റ്റാൻഡ്, ഗാലക്സി കോംപ്ലക്സ്, പാടിയോട്ട് ചാൽ. ലേഡീസിന് മാത്രമായി ഏറ്റവും പുതിയ മോഡലുകൾ, ചുരിദാർ സെറ്റുകൾ, കുർത്ത, ടോപ്പുകൾ, ഫാൻസി ഷാളുകൾ മുതലായവ ഏറ്റവും മിതമായ നിരക്കിൽ നിങ്ങളിലേക്ക്. അൻവി ബിയോണ്ട് ദ ലൂം, ഗാലക്സി കോംപ്ലക്സ്, പാടിയോട്ട് ചാൽ. ഫോൺ 9964670511.